അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അള്ളാഹു ബനൂ ഇസ്രായേലിനെ നേരിട്ട് വിളിച്ച്, യാ ബനി ഇസ്രായേൽ, അല്ലയോ ബനൂ ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തുകളെ നിങ്ങൾ ഓർക്കൂ, നിങ്ങളോട് ഞാൻ ചെയ്ത കരാറിലെ ടേംസ് നിങ്ങൾ പാലിക്കൂ, എങ്കിൽ ഞാനും നിങ്ങളുടെ കരാറ് പാലിക്കാം. വയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന നേരിട്ട് ബനൂ ഇസ്രായേലിലേക്ക് വന്ന ഭാഗത്താണ് നമ്മളെത്തിയത്. അള്ളാഹു അതുവരെ അവരെ നേരിട്ട് വിളിച്ചിരുന്നില്ല. ഇപ്പോൾ അവരെ നേരിട്ട് വിളിച്ചുകൊണ്ട് ആദ്യം തന്നെ അവരോട് ചെയ്ത കരാറാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കരാറ് പാലിക്കൂ. എന്നിട്ട് അവരോട് ചെയ്ത കരാറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, അഥവാ ആ കരാറിൻ്റെ തേട്ടമായിട്ട് എന്തൊക്കെ അവർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. 47-ാമത്തെ ആയത്ത് വരെ അതാണ് പറയുന്നത്. 47-ാമത്തെ ആയത്തിൽ വീണ്ടും അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു, നിങ്ങൾക്ക് ഫളീലത്ത് നൽകിയത് ഞാനാണ്. വന്നി ഫല്ലൽത്തുക്കും അലൽ ആലമീൻ, മനുഷ്യരിൽ വെച്ച് നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മതചരിത്രത്തിലെ, അവരുടെ റിലീജിയസ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട അനേകം സംഭവങ്ങളിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത്. 122-ാമത്തെ ആയത്ത് വരെ ഏതാണ്ട് 77 ആയത്തുകളോളം അള്ളാഹു ഒരേ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നതും അവരെ വിളിച്ചുകൊണ്ടാണ്. വളരെ സ്നേഹത്തോടെ യാ ബനി ഇസ്രായേൽ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യം അള്ളാഹു പറയുന്നത് അവരോട് ചെയ്ത കരാറിനെ കുറിച്ചാണ്. ആ കരാറിൻ്റെ ഒന്നാമത്തെ തേട്ടം എന്താണ്? നിങ്ങൾ വിശ്വസിക്കണം. ആമിനു, എന്തിൽ വിശ്വസിക്കണം? ഞാൻ ഇറക്കിയതിൽ, അഥവാ മുഹമ്മദ് നബിയിലും അദ്ദേഹത്തിന് അവതരിച്ചു കൊണ്ടിരിക്കുന്നതിലും നിങ്ങൾക്ക് ഈമാൻ വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഏത് നബി വന്നാലും, നിങ്ങളുടെ പക്കലുള്ളതിനാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ട ഏത് നബി വരുമ്പോഴും നിങ്ങൾ സഹായിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ അവരുടെ കൂടെ കൂടണം, അവർക്ക് എല്ലാ സഹായവും നൽകണം. അതുകൊണ്ട് ഒന്നാമത് നിങ്ങൾ വേണ്ടത് ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളുടെ പക്കലുള്ളതിനാൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ട് അതിന് അക്കോർഡിംഗ്ലി വന്ന, അഥവാ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഈമാൻ വേണം. വലാ തകൂനു അവ്വല കാഫിരിൻ ബി, ആദ്യം നിഷേധിക്കുന്നത് നിങ്ങളാകല്ലേ, നിഷേധികളുടെ ഫോർഫ്രണ്ടിൽ നിങ്ങൾ ഉണ്ടാവല്ലേ. കാരണം നിങ്ങൾക്കിതറിയാമല്ലോ. വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീലൻ, എൻ്റെ ആയത്തുകളെ നിങ്ങൾ തുച്ഛവിലക്ക് വിറ്റുകളയല്ലേ. വയ്യായ ഫത്തഖൂൻ, എനിക്ക് മാത്രം തഖ്വയുള്ളവരാകൂ. അതാണ് കരാറിൻ്റെ ഒന്നാമത്തെ റിക്വയർമെൻറ്റ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത്, നിങ്ങൾ സത്യത്തെ മൂടരുത്. വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിൽ, സത്യത്തെ പൊതിയരുത്, പുതപ്പിക്കരുത്, അണിയിക്കരുത്. ലബിസ, അണിയിക്കുക എന്നാണ്. നിങ്ങൾ സത്യത്തെ അണിയിക്കരുത്. എന്തുകൊണ്ട്? ബിൽ ബാത്തിൽ, ബാത്തിൽ കൊണ്ട്. വതക്തുമുൽ ഹക്ക, സത്യത്തെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സത്യത്തിനെ ബാത്തിലിൻ്റെ ആവരണം അണിയിക്കരുത്. വന്തും താലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സത്യം മറച്ചു വെക്കരുത്. നിങ്ങൾക്ക് സത്യം അറിയാം, നിങ്ങളുടെ പക്കലുള്ളതിനാൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രവാചകനും അങ്ങനെ ഒരു കിതാബും ഇല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള പ്രഡിക്ഷൻ പുലരാതെ വരും, അഥവാ നിങ്ങളുടെ പക്കലുള്ളത് സത്യപ്പെടുത്തപ്പെടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾക്കിതറിയാം, നിങ്ങൾ മറച്ചു വെക്കരുത്. എന്നിട്ട് രണ്ടാമത്തെ റിക്വയർമെൻ്റ് എന്താണ്? വാഖീമു സ്വല, നിങ്ങൾ സ്വലാത്ത് നിലനിർത്തണം. അതും നിങ്ങളോട് ചെയ്ത കരാറാണ്. അല്ലാഹുവോടുള്ള പ്രാർത്ഥനാ ബന്ധം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം, അതുണ്ടാകണം, അത് നിലനിർത്തണം. വാത്തു സക്കാ, സക്കാത്ത് നൽകണം. നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുകയും ഒറ്റക്ക് സക്കാത്ത് നൽകുകയും അല്ല വേണ്ടത്. വർക്കഊ മാ റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യൂ. പ്രവാചകൻ്റെ അനുചരന്മാരോടൊപ്പം ചേരൂ, അവരുടെ കൂടെ കൂടൂ. അവർക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്, പ്രവാചകനനുസരിച്ച് നിങ്ങൾ അവരോടുകൂടെ ഒരൊറ്റ ഉമ്മത്താകൂ. അവരോടൊപ്പം നിങ്ങൾ ചേരണം. അത് റിക്വയർമെൻ്റാണ്. നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി മാറി നിന്നാൽ അത് ശരിയാവില്ല.
നിങ്ങളോട് ചെയ്ത കരാർ അങ്ങനെയല്ല. നിങ്ങൾ ഇവരോടൊപ്പം ചേരൂ, വർക്കഉ മാ റാക്കിഈൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് അതഅ്മുറൂന നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ? തൻസൗന അൻഫുസക്കും, സ്വന്തത്തെ നിങ്ങളെ തന്നെ മറന്നുപോയിക്കൊണ്ട്. അവരുടെ നേതാക്കളോട്, അവരുടെ പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്. വാന്തും തത്തുലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് വായിക്കുന്നവരായിരിക്കെ, കിതാബ് പാരായണം ചെയ്യുന്നവരായിരിക്കെ, അഥവാ തൗറാത്ത് പാരായണം ചെയ്യുന്നവരായിരിക്കെ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉലമാക്കളെയാണ്. ഫയക്കൂനുൽ മഖ്സൂദ് അഹ്ബാറവും വ ഉലമാഹും വഹും അഹസ്സു ബിൽ അംരി ബിൽ ബിർ എന്ന് ഇബ്നു ആഷൂർ റഹ്മഹുല്ല ഇവിടെ ഉദ്ദേശിച്ചത് അവരുടെ നേതാക്കളെയാണ്, അവരുടെ ഉലമാക്കളെയാണ്. അവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരോടൊക്കെ നല്ലത് കൽപ്പിക്കുന്നു, പക്ഷേ നിങ്ങൾ സ്വന്തത്തെ മറന്നുപോകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല, നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നു. എന്നാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? വസ്തഈനു, നിങ്ങൾ സഹായം തേടൂ, ബിസ്വബിരി, സ്വബിർ കൊണ്ട്, വസ്വല, സ്വലാത്ത് കൊണ്ടും. ഇവിടെ വാവ് തഫ്സീരിയാണെന്ന് പറയുന്നുണ്ട്, അഥവാ സ്വബിർ എന്ന് പറഞ്ഞാൽ സ്വലാത്ത് കൊണ്ട്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾ സ്വബിർ കൊണ്ട് സഹായം തേടൂ അഥവാ സ്വലാത്ത് കൊണ്ട്. അല്ല, രണ്ടും രണ്ടാണ്, അത്ഫാണ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണെന്നും പറയപ്പെടുന്നു. നിങ്ങൾ സഹായം തേടൂ സ്വബിർ കൊണ്ട് ആൻഡ് സ്വലാത്ത് കൊണ്ട്. സ്വബിർ എന്ന് പറഞ്ഞാൽ ഒരു നഫ്സിനെ പിടിച്ചു നിർത്തലാണ്, സത്യത്തിൽ അടിയുറച്ച് നിൽക്കലാണ്, നന്മയിൽ അടിയുറച്ച് നിൽക്കലാണ്. നഫ്സിൻ്റെ എല്ലാ തോന്നലുകളും, നഫ്സിൻ്റെ ഹവകളെ, ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നന്മയിൽ അടിയുറച്ച് നിൽക്കുന്നതാണ് സ്വബിർ. അതുപോലെ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും മാറാതെ ഉറച്ചു നിൽക്കുന്നതിനാണ് സ്വബിർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്വബിറോടുകൂടെ നിങ്ങൾ സഹായം തേടൂ, സ്വലാത്ത് കൊണ്ടും സഹായം തേടൂ. അവരങ്ങനെ സ്വബിറിൽ അടിയുറച്ച് നിന്ന സമയത്തൊക്കെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ അള്ളാഹുവിൻ്റെത് കിട്ടിയതായിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം. ഖുർആനിൽ നമുക്ക് സൂറ സജദയിൽ കാണാം, വജഅൽനാ മിൻഹും അഇമ്മ, അവരിൽ നാം നേതാക്കളെ നൽകി. അവർക്ക് ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, അവരെയൊക്കെ അവർ രാജാക്കളെന്നാണ് പറയുന്നത്. കിങ് ഡാവിഡ്, കിങ് സോളമൻ തുടങ്ങി അനേകം നേതാക്കളെ അവർക്ക് നൽകി. ജഅൽനാ മിൻഹും അഇമ്മ യഹ്ദൂന ബി അംറിന, എൻ്റെ അമ്രിനാൽ അവരെ ഗൈഡ് ചെയ്യുന്ന നേതാക്കളെ നൽകി. ലമ്മ സ്വബറു, അവർ സ്വബിർ ചെയ്തപ്പോൾ. വകാനൂ ബി ആയാത്തിന യൂഖിനൂൻ, എൻ്റെ ആയത്തിൽ അവർക്ക് ദൃഢ വിശ്വാസമുണ്ടായിരുന്നപ്പോഴും സ്വബിർ ചെയ്തപ്പോഴും നാം അവർക്ക് നേതാക്കളെ നൽകിയിരുന്നു. അപ്പം അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്നത് സ്വബിർ കൊണ്ട് നിങ്ങൾ സഹായം തേടൂ, സ്വലാത്ത് കൊണ്ടും. എന്നിട്ട് പറഞ്ഞു വ ഇന്നഹാല കബീറ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അഥവാ മനസ്സിന് പ്രയാസമുള്ളതാണ്. ഇല്ല അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾക്കൊഴികെ, ഖുശൂഉള്ളവർക്കൊഴികെ. താഴ്മ എന്നാണ് ലിറ്ററലി അതിൻ്റെ അർത്ഥം. ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, അന്ന് ഹൃദയങ്ങൾ വിറക്കപ്പെടും. ഹൃദയങ്ങൾ വിറക്കുന്നുണ്ടാകുമെന്ന് പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അബ്സാറുഹ ഖാശിഅ, കണ്ണുകൾ താഴ്ന്നിരിക്കും. വളരെ വിനയത്തോടെ, തീരെ കിബ്റൊന്നുമില്ലാതെ കണ്ണുകളൊക്കെ താണിരിക്കും. അതുപോലെ മുഖത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നു, വുജൂഉൻ യൗമഇദിൻ ഖാശിഅ, അന്ന് മുഖങ്ങൾ താഴ്ന്നിരിക്കും, തലയൊക്കെ താഴ്ന്നിരിക്കും. ആമിലത്തുൻ നാസിബ, വളരെ അധ്വാനിച്ച് ടയേർഡായിട്ട് കാണപ്പെടും മനുഷ്യനെ. അപ്പോൾ താഴുക എന്നുള്ളതാണ് ലിറ്ററലി അതിൻ്റെ അർത്ഥം. ഇവിടെ വിനയം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ കിബിർ തീരെ ഇല്ലാത്ത, നല്ല വിനയമുള്ള, അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയുള്ള, തളർവുള്ള ആളുകൾക്കാണ്. അവരൊഴികെ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവരാരാണ്? അവരുടെ സിഫത്ത് എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നു, അല്ലദീന യളുന്നൂന, അവർ ലന്നുള്ളവരാണ്. ലന്ന് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയമുള്ളവരാണ്. ലന്ന് രണ്ട് ഓപ്പോസിറ്റ് അർത്ഥത്തിൽ ഉപയോഗിക്കും. പല റിയാലിറ്റിയും അങ്ങനെയാണ്, ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശവും ഉണ്ടാകും. അപ്പോൾ രണ്ടിനെയും കുറിക്കാൻ അറബിയിൽ ഒരേ പദമാണ് ഉപയോഗിക്കുക. ലന്നിനെക്കുറിച്ച് യഖീനില്ലാത്ത കാര്യത്തിനും പറയും, യഖീനുള്ളതിനും പറയും. അല്ലന്നു മാ യറൽ മർഉ മിൻ ഗൈരി മുഷാഹദ,
യഥാർത്ഥത്തിൽ ലന്ന് എന്ന് പറയുന്നത് ഒരാൾ കാണാതെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ലന്നെന്ന് പറയുക. അത് റുബമാല യൂക്കിനു ബിഹി, ചിലപ്പോൾ അത് യക്കീനില്ലാത്തതായിരിക്കും. വലാക്കിൻ അർ യുഫി ഗൈരിൽ മഷ്ഹൂദി റുബമാ യക്കൂനു യക്കീന, അത് ചിലപ്പോൾ വളരെ യക്കീനുള്ളതാകും. കാണാത്ത ഒരു സംഗതിയാണ്, പക്ഷെ വളരെ യക്കീനുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് അവർ യക്കീനുള്ളവരാണ്. ലന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വളരെ ദൃഢ നിശ്ചയമുള്ളവരാണ്, ഈമാനുള്ളവരാണ്. എന്ത് കാര്യത്തിലാണ് അവർക്ക് യക്കീനുള്ളത്? അന്നഹും മുലാഖൂ റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടും, ഞങ്ങൾ കണ്ടുമുട്ടുന്നവരാണ്, ഞങ്ങൾ റബ്ബിനെ കാണുന്നവരാണ് എന്ന് നിരന്തര ബോധമുള്ളവരാണ്, മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത വിചാരമുള്ളവരാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടക്കപ്പെടും എന്ന് നിരന്തര ബോധമുള്ളവരാണ്, നല്ല നിശ്ചയമുള്ളവരാണ്. അങ്ങനത്തെവരാണ് ഖാശിയങ്ങൾ. അങ്ങനത്തെ ഖാശിയങ്ങൾക്കൊഴികെ നിസ്കാരം ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്വബുറോടുകൂടെ നിലകൊള്ളൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കുറേ പ്രയാസങ്ങൾ വരും പ്രവാചകൻ്റെ കൂടെ കൂടുമ്പോൾ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു വരുമ്പോഴും പ്രവാചകൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഒക്കെ പ്രയാസം വരും. പ്രവാചകന്മാരുടെ കൂടെ പ്രയാസങ്ങൾ മുഖേന പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ സ്വബറോടുകൂടെ ഇസ്തിആനത്താണ് വേണ്ടത്, സഹായം തേടിക്കൊണ്ടേ ഇരിക്കണം. സ്വലാത്ത് വേണം, അതിന് ഖുശൂ ഉണ്ടാകണം. ആ ഖുശൂ നിലനിൽക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് എന്ന വിട്ടുമാറാത്ത വിചാരം മനസ്സിലുള്ളവർക്കാണ്, അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന വിചാരമുള്ളവർക്കാണ്. ഇനി അങ്ങോട്ട് വീണ്ടും അവരെ വിളിച്ച് പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞതൊക്കെ അവരോട് ചെയ്ത കരാറിലെ ചില ടേംസ് ഓർമ്മിപ്പിക്കുകയാണ്, അഥവാ അതിൻ്റെ കരാറിൻ്റെ തേട്ടമായിട്ട് അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. റസൂലിൽ ഈമാൻ ഉണ്ടാകണം, നിങ്ങൾ സത്യം മറച്ചു വെക്കരുത്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, മാത്രമല്ല റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണം, ഇവരുടെ കൂടെ നിങ്ങളും കൂടണം, എന്നിട്ട് നിങ്ങൾ സ്വബറോടുകൂടെ നിലകൊള്ളണം, സഹായം തേടണം എന്ന് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നിങ്ങളോട് ചെയ്ത കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ നിന്ന് ശരിക്കുണ്ടാകേണ്ടത്. ഇത് പറഞ്ഞിട്ട് 47-ാമത്തെ ആയത്തിൽ വീണ്ടും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ ബനി ഇസ്രായീൽ, അല്ലയോ ബനു ഇസ്രായീൽ, ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കൂ. വന്നി ഫല്ലൽതുക്കും അലൽ ആലമീൻ, ഞാനാണ് നിങ്ങൾക്ക് ഫളീലത്ത് നൽകിയത്, മനുഷ്യരിൽ വെച്ച് നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കൂ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കൂ, ഭയപ്പെടൂ. യൗമൻ, ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടൂ. യൗമെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്, വരാനിരിക്കുന്ന ഒരു നാളിനെ, ഒരു സമയത്തെ, ഒരു കാലത്തെ നിങ്ങൾ ഭയപ്പെടൂ. ആ നാളിൻ്റെ പ്രത്യേകത എന്താ? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു ആളും മറ്റൊരാൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത നാളാണത്. വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ, ഒരാളിൽ നിന്നും ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാത്ത നാളാണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഷഫഅ് ഇരട്ടയാണ്. ഒരാൾ അയാൾക്ക് കാര്യം നേടാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ഒരാളെയും കൂട്ടി കാര്യം നേടുന്നതിനാണ്, അഥവാ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി നടത്തുന്ന അഭ്യർത്ഥനയാണ് ഷഫാഅത്ത്. അങ്ങനെ 2 പേര് ചേർന്നുകൊണ്ടാണ് ആ വാക്കിൻ്റെ എറ്റിമോളജി അങ്ങനെ ആയത്, ഷഫയിൽ നിന്ന് ഉണ്ടായത്. 2 പേർ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ തേടുന്ന റിക്വസ്റ്റാണ്. അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊന്നും സ്വീകരിക്കപ്പെടാത്ത, മുജ്രിമീങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് സ്വീകരിക്കപ്പെടാത്ത സമയമാണത്. വലാ യൂഖദു മിൻഹ അദ്ലുൻ, ഒരാളിൽ നിന്നും അദില് സ്വീകരിക്കപ്പെടാത്ത നാളാണ്. അദില് എന്ന് പറഞ്ഞാൽ ഈക്വൽ, പകരം, ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് സ്വീകരിക്കപ്പെടില്ല. അങ്ങനത്തെ ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടൂ. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു നാൾ, പകരം സ്വീകരിക്കപ്പെടുകയില്ല, ആരുടെയും റിക്വസ്റ്റ് സ്വീകരിക്കപ്പെടുകയില്ല, ആരും സഹായിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട, അവരുടെ മതചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ 1 by 1 ആയിട്ട് അള്ളാഹു എടുത്തു പറയുകയാണ്. അങ്ങനെ ദീർഘമായ ഒരു സംഭാഷണത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 122-ാമത്തെ ആയത്ത് വരെ ഇത് തുടരുകയാണ്. അവർക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ, അവരുടെ ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതും അവരെ വിളിച്ച്
യാ ബനി ഇസ്രായേൽ, അല്ലയോ ബനു ഇസ്രായേൽ, ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കൂ, ഞാനാണ് നിങ്ങൾക്ക് മനുഷ്യരിൽ വെച്ച് ഫളീലത്ത് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 122-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്.